ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. കോടതിയിലുള്ളതായിരിക്കുന്ന കേസുകൾ ചാർജ് ഷീറ്റ് നൽകി കഴിഞ്ഞാൽ കൺസേൺഡ് ജുഡീഷ്യൽ ഓഫീസറുടെ ഡിസ്ക്രിഷണറി പവർ ഇല്ലാതെ, അനുവാദമില്ലാതെ എങ്ങനെ കേസ് സർക്കാരിന് പിൻവലിക്കാൻ സാധിക്കും? അത് CAA വിഷയത്തിലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിഷയത്തിലും എല്ലാം ഈ സമാനമായിട്ടുള്ള വിഷയം ബാധകമാണ്. പൗരത്വ ഭേദഗതി വിഷയത്തിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയോടൊപ്പം ഏറ്റവും കൂടുതൽ കേസെടുത്ത സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം. ഈ കേസ് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് അസംബ്ലിക്കകത്ത്, അസംബ്ലിക്ക് പുറത്ത് നിരവധി തവണ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും കേസുകൾ എടുക്കാൻ നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മൃദു മോദിത്വ സമീപനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി. തമിഴ്നാട്ടിൽ CAA ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത എല്ലാ കേസുകളും അവിടെ പിൻവലിച്ചു. മുഖ്യമന്ത്രിക്ക് പൗരത്വ ഭേദഗതി നിയമം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ്. തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലായിരുന്നുവെങ്കിൽ തമിഴ്നാട് സർക്കാർ ചെയ്തതുപോലെ ഒന്ന് കേസ് എടുക്കില്ലായിരുന്നു, രണ്ട് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനടി അത് ചാർജ് ഷീറ്റ് നൽകാതെ അത് പ്രിമച്വർ സ്റ്റേജിൽ തന്നെ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നു. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 കേസുകൾ ആരംഭിക്കുന്നത്, ഡിസംബർ മാസം മുതൽ. അന്ന് ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ ശിക്ഷിച്ചു കഴിഞ്ഞു, നിരവധി കേസുകൾ വെറുതെ വിട്ടു. ബാക്കി വരുന്ന കേസുകൾ എല്ലാം തന്നെ കോടതിയുടെ മുമ്പിലാണ്. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കോടതിക്ക് മുമ്പിലുള്ളതായിരിക്കുന്ന കേസ് എങ്ങനെ പിണറായി വിജയൻ പിൻവലിക്കും എന്നുള്ളതാണ്. ശബരിമല വിഷയത്തിലും സമാനമായ നടപടിക്കാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്തത്. കേസുകൾ പിൻവലിച്ചില്ല, അടിച്ചമർത്തൽ നയം തുടർന്നു. ഹെൽമറ്റ് ധരിച്ച് വിശ്വാസത്തെ തകർക്കാൻ പോലീസ് അകമ്പടി സൗകര്യമൊരുക്കി. പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുത്തു. ആ കേസുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായി.